കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഓഗസ്റ്റ് 10-ാം തീയതി മാത്രം പിടികൂടിയത് 3 മൊബൈൽ ഫോണുകളാണ്. ഉത്തരമേഖല DIGയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഫോണുകൾ കണ്ടെത്തിയത്. അതിനു മുൻപും നിരവധി തവണ ജയിലിൽ നിന്നും മൊബൈലുകളും ലഹരി വസ്തുക്കളും പിടികൂടിയിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ പരിശോധന നടത്താൻ മതിയായ ഉദ്യോഗസ്ഥരില്ലാത്തതും വെല്ലുവിളിയാണ്. അർജുൻ കല്യാട് നൽകും വിശദാംശങ്ങൾ. അർജുൻ, കൊടും കുറ്റവാളികൾക്ക് വരെ മൊബൈൽ ഫോണും ലഹരി വസ്തുക്കളും അവർ ആവശ്യപ്പെടുന്നത് എന്തും കിട്ടുന്നുണ്ടെന്ന് ആദ്യമൊക്കെ മലയാളികൾ കേൾക്കുമ്പോൾ അവർക്കൊക്കെ ഞെട്ടലായിരുന്നു. പക്ഷേ ഇതൊക്കെ വളരെ സാധാരണ സംഭവമാണെന്നാണ് ഈ പറയുന്ന കണ്ടെത്തലുകളൊക്കെ തെളിയിക്കുന്നത്. അതായത് ഈ കുറ്റവാളികൾക്കൊക്കെ വേണ്ടി ഒത്താശ ചെയ്യാൻ ജയിൽ സംവിധാനത്തിനകത്തും പുറത്തും യഥേഷ്ടം ആളുകൾ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. റോഷ്നി, തീർച്ചയായിട്ടും നമ്മളൊക്കെ എപ്പോഴും കരുതിയിരുന്നത് ജയിലാണ് ഏറ്റവും സുരക്ഷിതമായി അല്ലെങ്കിൽ ഒരു പഴുതുമില്ലാതെ ഈ കുറ്റവാളികളൊക്കെ പാർപ്പിക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇടമെന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തുള്ളതിനേക്കാൾ സൗകര്യത്തോടു കൂടിയാണ് ഈ കുറ്റവാളികളൊക്കെ അകത്ത് നിൽക്കുന്നത്. അവർക്ക് യഥേഷ്ടം അവർക്ക് ആവശ്യമുള്ളവരെ ഫോണിൽ ബന്ധപ്പെടാൻ വേണ്ടി കഴിയുന്നുണ്ട്. ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ ഈ ജയിലിനകത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ കുറ്റവാളികളെ പാർപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് തടവ് നൽകാൻ ഏറ്റവും സുരക്ഷിതമായ ഒരിടമെന്ന് കരുതിയ ജയില് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മാറ്റം വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കഴിഞ്ഞ ഓഗസ്റ്റ് 10-ാം തീയതി മാത്രം, അതായത് ഒരേ ഒരു ദിവസം നടത്തിയിട്ടുള്ള പരിശോധനയിൽ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത് 3 മൊബൈൽ ഫോണുകളാണ്. അത് ഒളിപ്പിക്കുന്നതിനും വളരെ പ്രത്യേകമായിട്ടുള്ള വൈദഗ്ധ്യം ഈ കുറ്റവാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം ചില ഈ ഉദ്യോഗസ്ഥരെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ഈ മൊബൈൽ ഫോണുകളും ചാർജറുകളും മൊബൈൽ പിന്നുകളും ഇയർഫോണുകളും ഒക്കെ ഒളിപ്പിക്കാൻ ഈ കുറ്റവാളികൾ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 10-ാം തീയതി നടന്ന ആ മൊബൈൽ ഒളിപ്പിക്കലിൻ്റെ കാര്യം നമുക്കൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും റോഷ്നി. അതായത് ജയിലിലെ ന്യൂ ബ്ലോക്കിൻ്റെ ടാങ്കിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത്. അതിനു പുറമെ മറ്റൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത് 5-ാം ബ്ലോക്കിൻ്റെ ബാത്റൂമിൻ്റെ വെന്റിലേറ്ററിലാണ്.